ബ്രഹ്മയുഗം മൂവി തിയേറ്ററിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിൽ വിതരണത്തിനെടുത്തിരിക്കുന്ന ആൻഡോ ജോസഫിനെ എയറിലാക്കി മാറ്റുകയും അതോടൊപ്പം തന്നെ തെറി വിളിക്കുകയും ചെയ്യുകയാണ് മമ്മൂക്ക ആരാധകർ. അവരെ ചൊടിപ്പിക്കാനുള്ള പ്രധാന കാരണം 300-ന് മുകളിൽ തിയേറ്ററിലായിരുന്നു കേരളത്തിൽ പ്രതീക്ഷിച്ചത്. എന്നാൽ അത്രത്തോളം തിയേറ്ററിൽ ഈ ബ്രഹ്മയുഗം എന്ന് പറയുന്ന മമ്മൂക്ക ചിത്രം റിലീസ് ചെയ്യുന്നില്ല. 202 സ്ക്രീനിലാണ് ബ്രഹ്മയുഗം ആദ്യ ദിവസം കേരളത്തിൽ പ്രദർശിപ്പിക്കുന്നത്. ഒരാഴ്ച മുന്നേ എന്തായാലും ബ്രഹ്മയുഗം മൂവി കേരളത്തിൽ 300-ന് മുകളിൽ തിയേറ്ററിൽ എത്തുമെന്നുള്ളത് കൺഫേം ആയിരുന്നു. എന്നാൽ എവിടെയാണ് ആൻഡോ ജോസഫിന് പിഴച്ചത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. മുന്നേ തന്നെ ആൻഡോ ജോസഫിനെ മമ്മൂക്ക ഫാൻസിന് തീരെ കണ്ടുകൂടാ. പുള്ളി മമ്മൂക്ക സിനിമകൾ വിതരണത്തിന് എടുക്കുന്ന സമയത്തും അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും വേണ്ടത്ര പ്രൊമോഷനോ മികച്ച തിയേറ്റർ കൗണ്ടോ അല്ലെങ്കിൽ സിനിമ കൂടുതൽ കാലം തിയേറ്ററിൽ ഹോൾഡ് ചെയ്യിപ്പിക്കാനുള്ള കളികളൊന്നും അദ്ദേഹം കളിക്കാറില്ല. അതുകൊണ്ട് തന്നെ മമ്മൂക്ക ഫാൻസിൻ്റെ കണ്ണിലെ ഒരു കരട് തന്നെയായിരുന്നു ആൻഡോ ജോസഫ്. എന്നാൽ ബ്രഹ്മയുഗം ടീം വേൾഡ് വൈഡ് മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടിയെടുക്കുക എന്ന ഉദ്ദേശത്തോട് തന്നെയാണ് കളികൾ കളിക്കുന്നത്. വേൾഡ് വൈഡ് ഇത്രയും തിയേറ്ററിൽ ഈ ഒരു സിനിമ എത്തിക്കാനുള്ള പ്രധാന കാരണം മികച്ച കളക്ഷൻ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു തിയേറ്റർ കൗണ്ട് കാര്യങ്ങളെല്ലാം വരാനുള്ള കാരണം കഴിഞ്ഞ ആഴ്ച തിയേറ്ററിൽ എത്തിയ പ്രേമലു എന്ന് പറയുന്ന സിനിമയ്ക്ക് മികച്ച അഭിപ്രായത്തോടു കൂടെ തിയേറ്ററിൽ ആളെ കൂട്ടുന്നു. അതോടൊപ്പം തന്നെ അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന് പറയുന്ന ടൊവിനോ ചിത്രത്തിനും അഭിപ്രായമുണ്ട്. ഈ ആഴ്ചയും 3 സിനിമകളാണ് മലയാളത്തിൽ നിന്നും മാത്രമായിട്ട് തിയേറ്ററിൽ എത്തുന്നത്. അതുകൊണ്ട് എല്ലാ സിനിമകൾക്കും സ്ക്രീൻ പങ്കിട്ട് കൊടുക്കേണ്ടത് ആവശ്യമുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള തിയേറ്റർ കൗണ്ട് ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്ക് കേരളത്തിൽ ആദ്യ ദിവസം കിട്ടിയത്. 202 സ്ക്രീനിലാണ് ഈ ഒരു സിനിമ ആദ്യ ദിവസം പ്രദർശിപ്പിക്കുന്നത്. മമ്മൂക്കയുടെ മുന്നേ റിലീസായ ബ്ലോക്ക് ബസ്റ്റർ വിജയം കൈവരിച്ച കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന ചിത്രത്തിനും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ആദ്യ ദിവസം 170ഓളം സ്ക്രീനിലായിരുന്നു ഈ ഒരു സിനിമ പ്രദർശനത്തിനെത്തിയത്. പോസിറ്റീവ് റിപ്പോർട്ടോടുകൂടെ 210ഉം 220ഉം 300ഉം സ്ക്രീനിലേക്ക് വരെ എത്താൻ കണ്ണൂർ സ്ക്വാഡ് എന്ന ചിത്രത്തിന് സാധിച്ചു. ബ്രഹ്മയുഗം എന്ന ചിത്രവും ആദ്യ ദിവസം പോസിറ്റീവ് റിപ്പോർട്ട് നേടിയാൽ തിയേറ്റർ കൗണ്ട് കൂടും. പ്രേമലു എന്ന് പറയുന്ന സിനിമക്കും പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയതിൻ്റെ ശേഷമാണ് 30ഓളം സ്ക്രീൻ ആഡ് ആയത്. ഇതിൻ്റെ മുന്നേ റിലീസായ നേര് എന്ന് പറയുന്ന സിനിമക്കും ആദ്യ ദിവസം 160ഓളം സ്ക്രീനിലായിരുന്നു ആദ്യ ദിവസം എത്തിയത്. പോസിറ്റീവ് റിപ്പോർട്ടോടെ കൂടുതൽ തിയേറ്ററിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു നേര് എന്ന് പറയുന്ന സിനിമയും. ആ പാതയിലൂടെ തന്നെയായിരിക്കും ബ്രഹ്മയുഗം എന്ന സിനിമയും എത്താൻ വേണ്ടി പോകുന്നത്. ആദ്യ ദിവസം 160ഉം 170ഉം തിയേറ്ററിൽ റിലീസായ ഈ ബ്രഹ്മയുഗവും അതുപോലെ നേര് എന്ന് പറയുന്ന സിനിമയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 80 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. ബൈ.